റേമൺ. റയൽ മാഡ്രിഡ് ആരാധകർ പലരും ആ പേര് അന്നാദ്യമായി കേൾക്കുകയായിരുന്നു. പരിക്ക് കളമാണ് ഒരു സീസണിൽ കളി മറന്നൊരു കളിക്കൂട്ടത്തെയും കൊണ്ട് യൂറോപ്പിലെ സകല ടൂർണമെന്റുകളിലും കാലിടറി നിൽക്കുന്ന കാർലോ ആഞ്ചലോട്ടി. ബർണബ്യൂവിന്റെ പടിയിറങ്ങും മുമ്പേ ഒരിക്കൽ കൂടി അയാൾ ഹക്കോബോയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അതും സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ. ആന്റോണിയോ റുഡിഗറും ഡേവിഡ് അലാബയും ചുവാമനിയും കാമവിംഗയും ഒക്കെ കളത്തിന് പുറത്താണെന്ന് ഉറപ്പാക്കേണ്ടി വന്നു കാർലോക്ക് ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിരാൻ. ലോസ് ബ്ലാങ്കോസിന്റെ തൂവള്ളക്കുപ്പായത്തിൽ ഹക്കോബോയുടെ ആദ്യ സ്റ്റാർട്ട്. ഫെഡെ വാൽവെർഡെ, റൗൾ അസെൻസിയോ, ഫ്രാങ്ക് ഗാർസിയ, ഹക്കോബോ റെമൺ. സീസണിൽ റയലിന്റെ മുഴുവൻ പ്രശ്നങ്ങളും ഉറഞ്ഞുകൂടി കിടക്കുന്ന ഡിഫൻസിൽ ഇപ്പോൾ നിരന്നു നിൽക്കുന്ന 4 സംഘം ടീമിന്റെ യൂത്ത് സിസ്റ്റത്തിലൂടെ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കാലെടുത്ത് വച്ചവരാണ്. റേമൺ ആ മത്സരത്തെ തന്റെ പേരിനൊപ്പം ചരിത്രത്തിൽ എഴുതി ചേർത്തു. റയലിന്റെ പേരുകെട്ട മുന്നേറ്റ നിര പിടിപ്പത് പണിപ്പെട്ടിട്ടും പൊളിക്കാനാകാത്ത മയോർക്ക ഗോൾ കീപ്പർ ലിയോ റോമന്റെ കോട്ട ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റിൽ അയാൾ പൊളിച്ചു. സാന്റിയാഗോ ബെർണബ്യൂ ഇളകി മറിഞ്ഞു. വെറും 20 വയസ്സാണ് ഹക്കോബോയുടെ പ്രായം. റയലിന്റെ യൂത്ത് അക്കാദമിയായ ലാ ഫാബ്രിക്കയിലാണ് കളി പഠിച്ചത്. മെയ് 4 ലാലിഗയിൽ അരങ്ങേറ്റം കുറിച്ച് 10 ദിവസത്തിനകം റയലിനെ ത്രസിപ്പിക്കുന്നൊരു ജയത്തിലേക്ക് ആ 20 വയസ്സുകാരൻ കൈപിടിച്ച് നടത്തുന്നു. മയോർക്കെതിരായ മത്സരത്തിൽ 8 അക്കാദമി താരങ്ങളെയാണ് റയൽ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതൊക്കെ കുറച്ച് നേരത്തെയാവണമായിരുന്നു എന്നാണിപ്പോൾ ആരാധകരുടെ മുറുമുറുപ്പ്.